കേരളത്തിൽ ആണവ നിലയത്തിനുള്ള സാധ്യത ആരാഞ്ഞ് കേന്ദ്രം. ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ കേരളത്തോട് ചോദിച്ചു. കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് വിഷയം ഉയർന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് ആവശ്യം ഉന്നയിക്കുകയാണ്. എന്താണ് കേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്നത് സംബന്ധിച്ച്, ഈ ആവശ്യം ഉയർത്തിയപ്പോഴുള്ള നിലപാട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് ഉമേഷ്? ഇന്ന് തിരുവനന്തപുരം കോവളത്ത് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാലുമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ അധിക ഊർജ്ജത്തിന്റെ ആവശ്യകത, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത് കൂടുതൽ ധനസഹായം അടക്കം ആവശ്യപ്പെടുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ചർച്ചയ്ക്കിടെയാണ് കേരളത്തിന് ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടെ എന്നുള്ള ചോദ്യം കേന്ദ്ര ഊർജ്ജമന്ത്രി ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ കടൽ തീരത്ത് മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. മോണോസൈറ്റിൽ നിന്ന് തോറിയം ലഭിക്കും. അതുകൊണ്ട് തന്നെ തോറിയം ഒരു ഊർജ്ജ സ്രോതസ്സാക്കി എടുത്തുകൊണ്ട് തോറിയം അധിഷ്ഠിതത്തിലുള്ള ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് കേന്ദ്രമന്ത്രി ചോദിച്ചത്. അതേസമയം കേരളത്തിന്റെ സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാതെ കേരളത്തിൽ അത്തരമൊരു ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി അറിയിച്ചു. ആവശ്യമെങ്കിൽ കേരളത്തിന് പുറത്ത്, അതായത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അവിടെ ഒരു ആണവ നിലയം സ്ഥാപിച്ച് അവിടേക്കുള്ള തോറിയം ആവശ്യത്തിന് കേരളം നൽകുകയും അതിനുശേഷം അവിടെ നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ഒരു ആണവ നിലയം വേണമെങ്കിൽ സ്ഥാപിക്കാവുന്നതാണ്. അത്തരം ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ മറുപടി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ആണവ നിലയത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ ആ ആണവ നിലയം സ്ഥാപിക്കുകയും കേരളത്തിൽ നിന്ന് തോറിയം നിക്ഷേപം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ വൈദ്യുത പ്രതിസന്ധിക്ക് വലിയൊരു മാറ്റമുണ്ടാക്കും. എന്തായാലും പ്രാഥമിക ചർച്ചകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.